റിയൽമിയുടെ റിയൽമി 7 5G എന്ന പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഈ ഫോണിൻ്റെ UK ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ചില സ്പെസിഫിക്കേഷനും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 7 5G എന്ന ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ലഭിക്കാൻ സാധ്യത എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ UK ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഫോൺ NBTC സർട്ടിഫിക്കേഷൻ സൈറ്റിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. NBTC സർട്ടിഫിക്കേഷൻ സൈറ്റ് എന്ന് പറയുന്നത് തായ്ലാൻഡിലെ സർട്ടിഫിക്കേഷൻ സൈറ്റാണ്. ഇതിൽ മോഡൽ നമ്പർ കൊടുത്തിട്ടുള്ളത് RMX2111 എന്നാണ്. ഇതേ മോഡൽ നമ്പറിൽ വരുന്ന ഫോണാണ് ചൈനയിൽ മുമ്പ് ലോഞ്ച് ചെയ്ത റിയൽമി V5 5G എന്ന ഫോണ്. അപ്പോൾ പറയപ്പെടുന്നൊരു കാര്യം റിയൽമി 7 5G എന്ന ഫോണ് റിയൽമി V5 5G എന്ന ഫോണിൻ്റെ റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും എന്നുള്ളതാണ്. സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ IPS LCD പാനലായിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ നമുക്കൊരു പഞ്ചോൾ ഡിസ്പ്ലേ ലഭിക്കും. പഞ്ചോൾ ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടായിരിക്കും വരിക. പിന്നെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഈ ഫോണിൽ 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. പിന്നെ ഈ ഫോണിൻ്റെ തിക്നെസ് ഏകദേശം 9.1 mm ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് ഏകദേശം 194 ഗ്രാം ആയിരിക്കും വരിക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. mediatekൻ്റെ dimensity 720 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ LPDDR4Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 2.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യും. ഈ ഫോണിൽ നമുക്ക് 3.5 mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI സോഫ്റ്റ്വെയറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സ് ആയിരിക്കും വരിക. 48 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസർ ആയിരിക്കും വരിക. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.3 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററി വരുന്നതായിരിക്കും. ഈ ഫോണിൽ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യും. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ UK ഈ ഫോൺ നവംബർ 19 ലോഞ്ച് ചെയ്യുന്നത്. ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ UK മാത്രമല്ല തായ്ലാൻഡിലെ സർട്ടിഫിക്കേഷൻ സൈറ്റിലൊക്കെ ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെയും അടുത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോൺ അധികം വൈകാതെ തന്നെ ഇന്ത്യയിലും ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്ന് ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഫോൺ എന്ന് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഈ ഫോൺ 2021 സ്റ്റാർട്ടിങ്ങിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. കാരണം റിയൽമി X7 സീരീസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനിരിക്കുന്നുണ്ട്. അതിൻ്റെ ലോഞ്ച് ഡേറ്റ് 2021 സ്റ്റാർട്ടിങ്ങിലായിരിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ ചിലപ്പം റിയൽമി X7 സീരീസിൻ്റെ കൂടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. അതുമാത്രമല്ല mediatek പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. 2021 mediatekൻ്റെ dimensity പ്രോസസ്സറുമായിട്ട് വരുന്ന കുറേ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യം. അപ്പോൾ അവർ 2020 ഇന്ത്യയിൽ mediatekൻ്റെ dimensity പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പകരം അവർ പറഞ്ഞിരിക്കുന്നത് 2021 എന്നാണ്. അപ്പോൾ ഈ ഫോൺ അടുത്ത കൊല്ലം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB റാം വെർഷൻ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 16,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പിന്നെ ഇന്ത്യയിൽ സാധാരണ ചൈനയിലുള്ളതിനേക്കാളും വില കുറച്ചും കൂടി കൂടാൻ സാധ്യതയുണ്ട്. എന്നാലും ഈ ഫോൺ 20,000 രൂപ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ അതിന് താഴെ വരാനാണ് സാധ്യത. എന്തായാലും നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.